സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്ന്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഏതൊക്കെ ജില്ലകളിലാണ് ഈ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുള്ളത്? ഇന്ന് 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നത്. അതായത് ഈ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദവും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദവും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവചനം കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ നാളെയും ചില അലർട്ടുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് വടക്കൻ ജില്ലകളിൽ നാളെ നേരിയ രീതിയിൽ ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുകൂടി ഒരു കാലാവസ്ഥാ പ്രവചനം വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ ഏകദേശം 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നിരവധി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ഒപ്പം തന്നെ റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിൽ കഴിയുന്നവർ രാത്രി കാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക എന്നുള്ള കർശനമായ നിർദ്ദേശം ജില്ലാ കളക്ടർമാർ അതായത് ജില്ലയിലെ ഭരണകൂടങ്ങൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മാത്രമേ രാത്രി കാലങ്ങളിൽ പുറത്തിറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മരങ്ങൾ കടപുഴകി വീഴാനുള്ള സാധ്യത, ഒപ്പം തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത, പല മേഖലകളിലും ഉരുൾപൊട്ടൽ സാധ്യത കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത വേണം എന്നുള്ള നിർദ്ദേശമാണ് ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ നദികളിലെ കരകളിൽ താമസിക്കുന്നവർ ഇത്തരത്തിൽ വെള്ളപ്പൊക്ക അത്തരത്തിലുള്ള ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും അടിയന്തര സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചാൽ ആ സമയത്ത് തന്നെ മാറി അവിടെ നിന്ന് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് അതാത് ജില്ലാ കളക്ടർമാർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ തെക്കൻ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും ഒരേപോലെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ഒപ്പം തന്നെ 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആര്യ, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അപ്പോൾ അതാണ് മഴയുടെ ഒരു സാഹചര്യം.